ഹായ് ഫ്രണ്ട്സ് ടോയോട്ട് പോകാം നമ്മൾ ഹീറോയ്ക്ക് ഇറങ്ങിയൊരു ഫോറിൻ ഗേൾ അതുകൊണ്ട് ഇംഗ്ലീഷിൽ ചോദ്യക്കോട്ട് ബേബി ഗേൾ ബേബി ഒയാരി എന്ന പേര് പറഞ്ഞ് ഒയാരി ഹായ് ഒയാരി ഒരു വീട് അവിടെ കേട്ടോ വീട് കാട്ടിയായിരുന്നു പുതിയ ഇവിടുക്കാ കുടി വന്നത് ഓ ഒയാരി എന്ന ഓരോ വോയിസ് ഹീറോയെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു ഷോക്കാണ് ഹീറോയ്ക്ക് എന്ത് എന്ന് പറഞ്ഞ ഹീറോയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നവർക്ക് ഷോക്ക് അത് വി ആയിരുന്നു വി എന്നെ കാണാൻ ഷോക്കായി ഒയാരി എന്താ ഇവിടെ ചെയ്യുന്നത് എന്നെ വി കേൾക്കായിരുന്നു ഹീറോയ്ക്ക് ഷോക്കായിരുന്നു ഡാഡാ എന്ന് പറഞ്ഞ ഹീറോയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നവർക്ക് അപ്പോൾ വീക്ക് മാരേജ് ആയത് റിയല്ല ഞാൻ ഫേക്ക് തിരിച്ചല്ലോ എന്ന ഹീറോയി മനസ്സിൽ പൊട്ടിക്കരിയായിരുന്നു ഡാഡി എന്ന് പറയുന്നു അയ്യാരെ ഓടിപ്പോയിരുന്നു സോറിപ്പാ എന്നത് വി അവിടുന്ന് സോറിപ്പാ ഇത് എന്ന് പറഞ്ഞിട്ട് വി അവിടുന്ന് എടുത്തുകൊണ്ട് പോയായിരുന്നു ബേബിനെ ഹീറോയ്ക്ക് മനസ്സ് തുടങ്ങി എനിക്ക് അവന് വീട്ടിൽ പോയിരുന്നു കുറുകുങ്കൂത് കയറി തുടങ്ങിയായിരുന്നു ഇങ്ങനെയായിട്ട് ഹീറോയിൻ അമ്മ ഇങ്ങനെ ഫ്രണ്ടിനോട് സംസാരിക്കാമായിരുന്നു നമ്മൾ കീർത്തിൻ്റെ അമ്മേനോട് സംസാരിക്കായിരുന്നു കീർത്തി മച്ചി എവിടെ പോയി ഇവള് ആ റൂം പോവാ ഇന്ന് ഹീറോയ്ക്ക് കയറിയുന്നാട് ഷാക്കായിരുന്നു എന്നടി പറ്റി എന്നൊക്കെ അറിയാം എന്നടി ചീ കരയിപ്പിക്ക് പറയടി വീക്ക് മാരേജായി വീക്ക് മാരേജ് സാരില്ല എന്ത് വീക്ക് മാരേജായോ അതടി വീക്ക് ഒരു ഗേൾ ബേബി ഉണ്ട് എന്താ നീ പോയിട്ട് അവർ വീട്ടിൽ നോക്കിയോ അതടി വച്ച് വീട്ടിലേക്ക് ഞാൻ വീ എന്നെ നോക്കി ബേബിനെ ഞാൻ നോക്കി കണ്ടു പറയാൻ എടി നിനക്കത് സ്വപ്നം കണ്ടോ ഇല്ല മച്ച് റിയലാണ് എന്നെ കരഞ്ഞിട്ട് പറയായിരുന്നു അങ്ങനായിട്ട് ഒരു ബേബി ഇങ്ങനെ ഹീറോയുടെ വാതിൽ മുട്ടായിരുന്നു വാതിൽ നടന്നിട്ട് ബേബി വന്ന് ബേബിനെ കണ്ട് വേക്കും കയറി പൊട്ടി കയറിയാൻ തുടങ്ങിയായിരുന്നു ബേബി വന്ന് ഹീറോയുള്ള വോയിസ് കേട്ട് തേടി വന്നായിരുന്നു ബേബിനെ കണ്ട് ഹീറോ വീണ്ടും കയറിയാൻ തുടങ്ങിയായിരുന്നു ഇതാ കണ്ടടി വച്ച് ഇതാണ് വീട് ബേബി ഫ്രണ്ട് നോക്കെ ഷാക്കായിരുന്നു എന്നടി ഇത് മച്ചോട് നടക്കുന്നതെന്ന് ഷാക്കായിരുന്നു ഹായ് ആൻറ്റി ഒയാരി നിങ്ങളാരി ഞാൻ അവളെ ഫ്രണ്ട് അങ്ങനെയാണോ എൻ്റെ ബേബി സംസാരിക്കാൻ ഹീറോയിട്ട് കുടുകുടു ഓടി വന്ന് എന്നിനൊക്കെ അരിയുന്ന എൻ്റെ ബേബി കേൾക്കായിരുന്നു ഇംഗ്ലീഷിൽ അതുകൊണ്ട് ഹീറോയിനോട് കയറായിരുന്നു അപ്പോൾ സമ്മതമൊക്കെ മോളെ നീ പൊടി പത്രം പോയിട്ട് മിടുക്ക് ക്വസ്റ്റ്യവ എന്ന് പറയുന്നത് വാ ഒയാരി എൻ്റെ ഡാഡ അവിടെ ഉണ്ട് ഡാഡ ഫ്രണ്ടോട് ഫോണിൽ സംസാരിക്കാൻ പോയത് ഞാൻ കുടുകുടു ഓടി വന്ന എന്നെ ഒയരി പറയായിരുന്നു ഇത് കേട്ട് ഫ്രണ്ട് ഷാക്കായിരുന്നു അല്ല ഒയരി മമ്മിയുടെ ആരെല്ലാം വന്നവരോട് പറയായിരുന്നു മമ്മിയോ എന്ന് പറഞ്ഞു ഒയർമയോട് ചേഞ്ച് ആയിരുന്നു ബേബി നടന്നു പോരാ അത് പറയാൻ പാടില്ല ഡാഡി പറഞ്ഞിനി എന്നെ ബേബി ക്യൂട്ടോട് പറയായിരുന്നു ഇത് കേട്ടിട്ട് നമ്മളെ ഹീറോയുടെ ഫ്രണ്ടിക്ക് മനസ്സ് ശരി എന്ന് പറയുന്നു അങ്ങനെ ഒയ്യാറ് ഡേയ്സ് പോകാൻ തുടങ്ങി ഹീറോയും കൂടെ ബേബി നന്നായിട്ട് ഒട്ടിയോണ്ടായിരുന്നു ഇതൊരു ദിവസം വീണ്ടും ഡാഡി നോക്കിയായിരുന്നു ബേബി ആരും കൂടെ ഇങ്ങനെ ക്ലോസ് ആവില്ല എന്താ ഈ കുട്ടീനോട് ആരായി കുട്ടി എന്നെ സെക്രട്ടറി കേൾക്കുമ്പോൾ ഹീറോയെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞായിരുന്നു ശരി ഓക്കെ എന്നെ വീണ്ടും ഡാഡിക്ക് ഒരു ഐഡിയ വന്നായിരുന്നു അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു ഇത് നടന്ന കാര്യം പറഞ്ഞായിരുന്നു വീക്ക് ഡിവോഴ്സായിരുന്നു അത് നടന്ന കാര്യം പറയായിരുന്നു അങ്ങനെ ഹീറോയിൻ്റെ മമ്മി ഡാഡി ഓർക്കായിരുന്നു എന്ത് ചെയ്യുക ഏത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ ഓർക്കായിരുന്നു ശരി ഞങ്ങൾ ഓർത്തിട്ട് പറയാം എന്ന് ഹീറോയിൻ്റെ മമ്മി ഡാഡി പറയായിരുന്നു ഹീറോയ്ക്ക് ഒന്നും അറിയില്ല ഹീറോയ് കോളേജിക്ക് പോയായിരുന്നു ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു ഫ്രണ്ടും കൂടെ കോളേജിക്ക് പോയായിരുന്നു അങ്ങനെയായിട്ട് മമ്മി ഡാഡി സംസാരിക്കുമായിരുന്നു ഹീറോയിൻ്റെ മമ്മി പറയായിരുന്നു വീക്ക് എന്നെ മാരേജ് അയച്ചു കൊടുക്കുക എന്നെ മമ്മി പറയായിരുന്നു അതെടി ഞാൻ അതേ പറയാൻ വന്നതാ ഇല്ല അവനിക്ക് മാരേജ് കഴിക്കി കൊടുക്കുന്ന പകരം ഇവനിക്ക് മാരേജ് കഴിച്ച ഒരു പ്രശ്നമില്ല നല്ല ചെക്കനാ എൻ്റെ മോക്കും അവനെ പിടിക്കൂ എന്നെ അമ്മ മനസ്സിലിരിക്കായിരുന്നു എൻ്റെ ഡാഡി അതെ ഇവൾക്കും അവനെ പിടിക്കൂ എന്നെ രണ്ടുപേർക്കും അറിയൂ ഹീറോയിൻ മമ്മിക്ക് ഡാഡിക്കും അവർക്കൊന്നും വലിയ കാടൊന്നുമില്ല ശരി ഓക്കെ അവർക്ക് മാരേജ് കഴിച്ച് കൊടുക്കാം എന്നെ വീണ്ടും ഡാഡിക്ക് കോൾ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഓക്കെ എന്ന് പറയായിരുന്നു ശരി ഓക്കെ നല്ല ദിവസം ഇത് എൻഗേജ്മെൻറ്റ് വെക്കുക എന്ന് പറയായിരുന്നു ഹീറോയിൻ അങ്ങനെ നോക്കിയിട്ടേ പോയായിരുന്നു അങ്ങനെ എൻഗേജ്മെൻറ്റ് ഹീറോയ്ക്ക് അറിയില്ല ഡ്രസ്സിൽ റെഡിയായിരുന്നു എന്നാ മമ്മി എല്ലാവരും ഇങ്ങനെ പെൻഷൻ മതിയായിരുന്നു വി പറയായിരുന്നു വേണ്ടെന്ന് വീണ്ടും മിരട്ടായിരുന്നു വീണ് ശരി വേറെ വഴിയില്ല ബേബിക്ക് പിടിക്കും ബേബീൻ്റെ കൂടെ പറയായിരുന്നു ബേബി വാശി പിടിക്കുമ്പോൾ വീക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ശരി ഓക്കെ എന്ന് വി പറയായിരുന്നു ഹീറോയ്ക്ക് അറിയില്ല എൻഗേജ്മെൻറ്റ് പറയുമ്പോൾ ഹീറോയ്ക്ക് ഷോക്കാരൻ ആരോടെ ഞങ്ങൾ മാരേജ് പറയുന്ന മാരേജ് കഴിക്കുന്നു ഹീറോയിനെ മിരട്ടായിരുന്നു ഡാഡി കൂടെ ഹീറോയെ കുറിച്ച് ടെററിസ് ശരി ഡാഡി തലടിക്കും എന്നെ പേടിച്ച് ഓക്കെന്ന് സമ്മതിച്ചായിരുന്നു അങ്ങനെയായിട്ട് ഹീറോയിൻ ഒരു സാഡായിരുന്നു ഹീറോയിൻ്റെ ഫ്രണ്ട് വന്നായിരുന്നു കീറ്റി വന്ന് നോക്കായിരുന്നു ആരാ ഇത്രക്കൂ എന്ന്
യഥാർത്ഥം നോക്കുക വീണ്ടും അടുത്ത് കയറി റിംഗ് ചേഞ്ച് എൻഗേജ്മെൻറ്റ് നടക്കും പോകുന്നു ആണ് എന്ന് അറിഞ്ഞിട്ട് ഷോക്കായിരുന്നു. ആൻറ്റി അതാരാ? അതാ നിൻ്റെ ഫ്രണ്ടിന് ഫിയാൻസി എന്ന് പറയാറ്. ഷാക്കായിരുന്നു. എന്താണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് ഷാക്കായിരുന്നു. അല്ല എസ്കിമി എന്നൊരു വോയിസ് കേട്ടായിരുന്നു. ആരാ അത് ഈ ടൈം ആകുമ്പോൾ എസ്കിമി പറയുമ്പോൾ തിരിഞ്ഞു നോക്കും ഒരാൾ. ഷാക്കായിരുന്നു. ഒന്നില്ല എന്ന് പറഞ്ഞ് ഇടുന്ന് ശരിയാവില്ല, ഇവിടെ എനിക്കെന്ത് പ്രാന്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞ് കീർത്തി അവിടുന്ന് മുങ്ങിയായിരുന്നു. കീർത്തി പോയിട്ട് എന്താ ഇവിടെ നടക്കുന്നതെന്ന് പോയായിരുന്നു കീർത്തി. നടക്കുന്നത് എനിക്കേ ടെൻഷനാവും എന്ന് പറഞ്ഞ് കീർത്തി അവിടുന്ന് പോയിരുന്നു. ഹീറോയെ നോക്കുമ്പോൾ വീണ്ടും ഷോക്കായിരുന്നു. എന്താ ഇവിടെ നടക്കുന്നത്? ശരി ഓക്കെ എന്ന് പറഞ്ഞ് എൻഗേജ്മെൻ്റായി. കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്ക് മാരേജ് നടന്നു. ഇപ്പോൾ ഹീറോയിൻ റൂം കഴിക്കാൻ പറയായിരുന്നു. ഫ്രണ്ട് പറഞ്ഞു മച്ചി കൺഗ്രസ് എന്ന് പറയായിരുന്നു. കീർത്തി വേലിയിൽ വന്ന് ഇരുന്നിട്ട് ഫോണിലിരുന്ന് സംസാരിക്കും. ഫോണിലിരുന്ന് ഗെയിം കളിച്ചിട്ട് ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നു. അതെ, അതുകൊണ്ട് സംസാരിച്ചോണ്ട് അതിനടിക്കിടാ ഇതിനടിക്കിടാ. അപ്പോൾ ഒരാൾ വീണ്ടും വന്ന് വിളിക്കായിരുന്നു. അതേ ആളായിരുന്നു. കിമ്മി എന്താ ഗെയിം കളിക്കുകയാണോ? ഏത് ഗെയിമാ എന്ന് ചോദിക്കായിരുന്നു. ഔട്ടച്ച എന്ന് പറഞ്ഞ കീർത്തിക്ക് ടെൻഷനായിരുന്നു. നിങ്ങൾക്ക് എന്ത് വേണോ എന്ന് കീർത്തി ടെൻഷനിലൊക്കെ കേൾക്കായിരുന്നു. കീർത്തി ടെൻഷനിലൊക്കെ കേൾക്കുമ്പോൾ ഒന്നില്ലപ്പാ, നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്നൊക്കെ. എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടാ ഇല്ല, നിനക്ക് എന്തൊക്കെ എന്ന് കേട്ട് ടെൻഷന് പോയിരുന്നു. എനിക്കിടെ കൺഫ്യൂസില്ല ഞാനുള്ള എന്ന് പറഞ്ഞ് ടെൻഷനിൽ പോയായിരുന്നു. അതെ, കീർത്തിക്കായാലും അത് ഭയങ്കര പിടിക്കും. അത് മാത്രമല്ല അവരാണ് ഐഡൽ ടൈപ്പ്. അതെ, ഐഡലാണ്, ഒക്കെ പിടിച്ച ഐഡലാണ്. മനസ്സിൽ അയ്യോ ഞാൻ തോറ്റുപോയി, ഇവർ കണ്ട എനിക്ക് വിഷാണല്ലോ, എങ്ങനെ സംസാരിക്കും. വീടെല്ലാം റെഡ് കളറായിരുന്നു, ഓടിപ്പോയായിരുന്നു. അയ്യോ എന്ത് നടക്കുന്നു ഇവിടെ അതൊക്കെ ആയിരുന്നു. അതിനായിട്ട് മാരേജ് നടന്നായിരുന്നു. ശരി ഓക്കെ, മാരേജ് നടന്നായിരുന്നു. അതിനൊക്കെ വീട്ടിൽ സംസാരിക്കായിരുന്നു. അതിനായിട്ട് കീർത്തിക്ക് എൻഗേജ്മെൻ്റ് ആയിരുന്നു. കീർത്തിക്ക് എൻഗേജ്മെൻ്റ് ആകുമ്പോൾ ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. കീർത്തിക്ക് എൻഗേജ്മെൻ്റ് നടന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു.